ഹലോ, നമുക്കിന്ന് പ്രോൺസ് ബിരിയാണി ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരിയും പുതിനയിലയും മല്ലിച്ചപ്പും നെയ്യും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നാരങ്ങയും 2 പച്ചമുളകും പിന്നെ കുറച്ച് നാരങ്ങയുടെ ഉണക്കിയ നാരങ്ങയും എന്താ പറയുക ചിക്കൻ മസാലയുടെ ഇതും തക്കാളി അതുപോലെ ഉള്ളി വറുത്തത് തൈര് പിന്നെ നമ്മുടെ പ്രോൺസ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രോൺസ് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കിക്കുട്ടന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അതിനാവശ്യമായിട്ടുണ്ടായിരുന്ന എണ്ണയാട്ടോ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോൺസ് ബിരിയാണി നമുക്ക് കാണുമ്പോൾ തന്നെ തമിഴ്നാട് സ്റ്റൈലിലൊരു പ്രോൺസ് ബിരിയാണി ആയിട്ടൊക്കെ തോന്നും. കാരണം അപ്പം അത്രയും ഒരു കളർ അതിനകത്തുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അതിനകത്തേക്കും എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ഇതാകുമ്പോൾ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഞാൻ ഇടുന്നത്. അത് ഞാൻ റെഡിമെയ്ഡ് മേടിക്കുന്നതാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ നമുക്ക്. അതുപോലെ തക്കാളി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളി വറുത്ത് വെച്ചേക്കുക. നമ്മൾ ഉള്ളി വാട്ടുന്നതിനെക്കാട്ടിൽ അത്രയും ടൈം എടുക്കും. അപ്പം ഉള്ളി ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വറുത്ത് വെച്ചേക്കണ ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് വലിയ എളുപ്പമായിരിക്കും. രാവിലെ തന്നെ നമ്മളതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് മസാലാസ് ഇട്ട് വെക്കും. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞിനും കൂടെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. എരി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ സാധാ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നല്ല മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും നമുക്കതിൽ ഫീൽ ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മുടെ മല്ലിച്ചപ്പും പുതിനയിലയും ഇതിൻ്റെ ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്കകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ചിലർക്ക് ഈ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഞാനത് രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലോണം എന്താ പറയുക ഒരു മിക്സിനകത്ത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസും കൂടി ചേർത്ത് നല്ലോണം അത് മിക്സ് ചെയ്ത് വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വേവണമെന്നില്ല. ഇപ്പം ഞാൻ ഇന്ന് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ അരിയിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് വേവിക്കുന്നില്ല. അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രോൺസ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും നമുക്ക് ഒരു ഭയങ്കര ഫ്ലേവേർഡ് റൈസായിരിക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അരി അതിനോടൊപ്പം ചേർത്ത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവേർഡ് റൈസ് ആയിരിക്കും. അപ്പം ഞാനൊരു 1.5 ഗ്ലാസ് ഞാൻ അരി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടി 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഗ്ലാസ് അല്ല, സോറി, കപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കണ കപ്പില്ലേ, ആ കപ്പിന് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് ഇരട്ടിയായിട്ട് 1.5 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളം, അതായത് 3 കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു വേവ് കിട്ടും. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പീസ് ഓഫ് ലെമൺ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് അരി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. നല്ലൊരു ടൈറ്റായിട്ടുള്ളതിനകത്ത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് അത് വെന്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ബിരിയാണി ആവും കേട്ടോ. ഞാൻ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് വെച്ച് പിന്നെ നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേർക്കും തൈര് ആഡ് ചെയ്യണ ഇഷ്ടമായിരിക്കില്ല, പക്ഷേ തൈര് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും റൈസിന്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് വെയിറ്റും വെച്ച് കൊടുക്കാം. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണി സെറ്റായിരിക്കുന്നത് കാണാം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ പറ്റി നല്ലോണം ആ ഒരു പ്രോൺസൊക്കെ വെന്ത് അതിനകത്ത് ആ പ്രോൺസിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ നമുക്ക് അത് കഴിക്കുമ്പോൾ അത്രയും നമുക്ക് ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു പ്രോൺസ് റൈസാണ് എന്നുള്ളത് നമുക്ക് നല്ല വ്യക്തം. പ്രോൺസിൻ്റെതാണ് കഴിക്കുന്നത്. ചിക്കനെക്കാട്ടിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രോൺസ് ആയിരിക്കും. പലരും ചിക്കൻ ബിരിയാണി ഓപ്റ്റ് ചെയ്യാറില്ല, പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പ്രോൺസ് ബിരിയാണി സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പ്രോൺസ് ബിരിയാണി അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട്
സെറ്റാക്കി എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കഴിക്കാൻ ഒരു കൊതി തോന്നും നമുക്കത് കാണുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ പ്രോൺസ് ബിരിയാണിയും ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിട്ടൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, ഉള്ളി നമ്മൾ വറുത്തിടുന്നതിൻ്റെയും ഫ്രൈഡ് ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് പ്രോൺസിൻ്റെ അച്ചാറാണ് കേട്ടോ ഞാൻ ഈ വെച്ച് കൊടുക്കുന്നത്. പ്രോൺസിൻ്റെ അച്ചാറും സാലഡും പൈനാപ്പിളും ഒരു പപ്പടം. ഇത് ഇത്ര ഇല്ലാണ്ട് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ പറ്റുമോ? ഒട്ടുമില്ല. അടിപൊളിയാണ്, സൂപ്പർ. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇത്?